തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം 5 ആളെ തലക്കടിച്ച് കൊന്ന കേസിലെ പ്രതിയായ അഫാന്റെ ഉമ്മ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് കണ്ട് സങ്കടം തോന്നിപ്പോയി. ഒന്ന് കേട്ടു നോക്കി നിങ്ങള്. വേറെ ഒന്നുമില്ലായിരുന്നു. പോണാപ്പൊഴി പൈസ എടുക്കുമായിരുന്നു. ഇല്ല, അതൊന്നും അറിയില്ല. ചോദിക്കാറുണ്ട്. ഗെയിം കളിക്കും അവൻ. പിന്നെ കാലത്ത് വൈകിട്ടൊക്കെ ഫോണിൽ കളിക്കുമായിരുന്നു. അപ്പൊ ചോദിക്കുമായിരുന്നു. അപ്പൊ ഇത് ഫോണിൽ വിളിച്ചിട്ട് പൈസ അടയ്ക്കാൻ അവർ പറയുന്ന കേൾക്കുമായിരുന്നേ. അപ്പൊ ചോദിക്കുമായിരുന്നു പൈസ എന്തൊരു പൈസ എടുത്തപ്പോ പറഞ്ഞു പോണാപ്പൊഴി പൈസ എടുത്തിട്ടുണ്ടെന്ന്. അപ്പൊ പൈസ അടയ്ക്കാൻ വേണ്ടി ചോദിക്കുമായിരുന്നു. 2000 രൂപ ചോദിക്കും. കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ കൊടുക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴേ നമ്മൾ അന്ന് തന്നെ ഒരിടത്ത് പോയി പൈസ ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു. അവർ തന്നില്ലായിരുന്നു. രാത്രി കുഞ്ഞുമാരുടെ പോയത് 12 മണിയായപ്പോൾ പോയി ലോൺ അടയ്ക്കാൻ വേണ്ടി പൈസ ചോദിച്ചായിരുന്നു. തന്നില്ലായിരുന്നു. ഞാൻ അവനൂടെ പോയത്. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നായിരുന്നു. 12 മണിയായപ്പോൾ വീട്ടിൽ എത്തി. അല്ല, ലത്തീഫല്ല, എന്റെ കുഞ്ഞുമായാണ്. തട്ടത്തോലത്തെ കുഞ്ഞുമ. അത് അന്ന് ഫോൺ വിളിച്ചു. തലേദിവസം ഫോൺ വിളിച്ചു. അവർ അവിടെ നിന്ന് ഫോൺ വിളിച്ചു പൈസ അടയ്ക്കണമെന്ന് പറഞ്ഞു. അറിയില്ല, അതൊന്നും അറിയില്ല. അതറിയില്ല. അതെ, അതും വിളിച്ചിട്ടുണ്ട്. പിന്നെ ലോണിന് അടയ്ക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. പിന്നെ എന്റെ മതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസക്ക്. അവനല്ല കടം, എനിക്കായിരുന്നു കടം. അവനല്ലായിരുന്നു കടം. അവനല്ല, എന്റെ കുടുംബത്തിലായിരുന്നു. എന്റെ വീട്ടിൽ പിന്നെ ഇത് ലോണൊക്കെ മതിലിരുന്ന് പൈസ വാങ്ങിച്ച് ഞാനാണ് എടുത്തത്. എന്നിട്ട് അടയ്ക്കാൻ അവൻ്റെ ചോദിച്ചത്. അന്ന് ദിവസം പൈസ ചോദിച്ചത്. എന്നിട്ട് കിട്ടിയില്ലാന്ന്. അഫാന്റെ ഉമ്മ പറയുന്നത് മകന് നിരന്തരം ഗെയിം കളിക്കായിരുന്നു, അതുപോലെ തന്നെ മൊബൈൽ ആപ്പ് വഴി ലോൺ എടുക്കായിരുന്നു എന്നാ പറഞ്ഞത്. ഇത് രണ്ടും മരണക്കെണിയാണ്. എന്നിട്ട് അവസാനം അഫാന്റെ ഉമ്മ പറഞ്ഞു നിർത്തുന്നത് മകൻ എന്തെങ്കിലും കടണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ മകനല്ല കടം, എനിക്കായിരുന്നു കടന്നാ പറഞ്ഞത്. ഉമ്മ ഇപ്പോഴും മകനെ സംരക്ഷിക്കാണ്. മകൻ ചെയ്ത തെറ്റിന്റെ ഗൌരവം മനസ്സിലാക്കാതെ ഇപ്പോഴും ഉമ്മ ആ മകനെ സംരക്ഷിക്കാണ്. സത്യത്തിൽ ഇത് കണ്ടപ്പോ പറയാതിരിക്കാനാവില്ല. അഫാനെ ഈ തോതിലാക്കുന്നതിന് മുഖ്യ പങ്ക് വഹിച്ചത് അവന്റെ ഉമ്മയാണെന്ന് നമുക്ക് അക്ഷരം തെറ്റാതെ പറയാൻ പറ്റും. ഇതുപോലെ ഒരുപാട് ഉമ്മമാരുണ്ട്. മക്കൾ എന്ത് തെറ്റ് ചെയ്താലും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. എന്റെ മകൻ അത് ചെയ്യില്ല, എന്റെ മകനെ ആ തെറ്റ് ചെയ്യില്ല, എന്റെ മകൻ അങ്ങനെയല്ല ഇങ്ങനെയല്ല സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മമാരോട് പറയാനുള്ളത്, ഒരു പേടി നിങ്ങൾ പേടിക്കേണ്ട. ഇതേ ഗതിയായിരിക്കും നിങ്ങൾക്കും. മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. താമരശ്ശേരി ഉമ്മന്റെ തല വെട്ടിക്കൊന്ന ആശിഖ് എന്ന ചെറുപ്പക്കാരനെ ഇതുപോലെ തന്നെ ആയിരുന്നു ഉമ്മ. മകൻ എന്ത് തെറ്റു ചെയ്താലും ന്യായീകരിച്ചിട്ട് അവന് പോലെ വളർത്തിയ ഉമ്മാന്റെ തല വെട്ടിട്ടാണ് ആശിഖ് ജയിലിലായത്. അതേ സ്ഥിതിയാണ് അഫാന്റെ ഉമ്മക്കുണ്ടായത്. പക്ഷെ ഉമ്മ മരണപ്പെട്ടില്ല എന്നുള്ളൂ. എന്നിട്ടും ആ തെറ്റ് മനസ്സിലാക്കാതെ ഉമ്മ ഇപ്പോഴും അഫാനെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്തോർത്തിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല. നമ്മളൊക്കെ വളർത്തുന്ന കാലത്ത് ഒന്നുള്ളെങ്കിൽ ഒലക്കനോട് അടിക്കണം എന്ന് പറഞ്ഞ് വളർത്തിയതുകൊണ്ട് അതിനുള്ള പവർ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ പല മാതാപിതാക്കളും മക്കളെ തെറ്റ് മനസ്സിലാക്കാതെ മക്കൾ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിച്ച് മക്കളെ വളർത്തുന്നുണ്ടെങ്കിൽ പൊന്നുമ്മമാരെ ഖേദിക്കേണ്ടി വരും.